ആരോഗ്യമേഖലയിൽ സ്വദേശീവൽക്കരണം ശക്തം. ആഗോള വ്യോമയാന സുരക്ഷയിൽ വൻ മുന്നേറ്റവുമായി സുൽത്താനേറ്റ്. മൊബൈൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് മേഖലയിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച് ഒമാൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സുൽത്താനേറ്റിലെ ആരോഗ്യ സൂചകങ്ങളിൽ സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി കണക്കുകൾ. 2020-24 ഇടയിലുള്ള കാലയളവിൽ മെഡിക്കൽ വരുമാനത്തിൽ 66.2% ഗണ്യമായ വർധനവുണ്ടായി. ആരോഗ്യ മന്ത്രാലയ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒമാനൈസേഷൻ നിരക്കിൽ റെക്കോർഡ് ഉയർച്ചയാണ് കാണിക്കുന്നത്. ഇത് 44%-ലെത്തി. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ ആരോഗ്യ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് പ്രകാരം 2020-നെ അപേക്ഷിച്ച് ആരോഗ്യ സൗകര്യങ്ങളുടെ എണ്ണത്തിൽ 50% വർധനവാണ് കൈവരിച്ചത്. 94 സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ 2384 എണ്ണത്തിൽ ഇത് 12% വർധനവ്. അതേസമയം പൊതുമേഖലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ക്ലിനിക്കുകളുടെയും എണ്ണം 9% വർദ്ധിച്ചു. ആഗോള വ്യോമയാന സുരക്ഷയിൽ വൻ മുന്നേറ്റവുമായി സുൽത്താനേറ്റ്. ആഗോളതലത്തിൽ 5ാം സ്ഥാനത്താണ് ഒമാൻ. 2020-ൽ 133-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഒമാൻ 127 രാജ്യങ്ങളെ മറികടന്ന് 5ാം സ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് സുൽത്താനേറ്റ് പ്രതിനിധി ഏറ്റുവാങ്ങി. കാനഡയിൽ ICAO അസംബ്ലിയുടെ 42ാമത് സെഷന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത്. ആഗോള വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള അംഗീകാരമായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത്. വ്യോമയാന സുരക്ഷയിൽ മിഡിൽ ഈസ്റ്റിലും GCC-യിലുമായി 2ാം സ്ഥാനത്താണ് സുൽത്താനേറ്റ് ഉള്ളത്. മൊബൈൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് മേഖലയിൽ ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ച് ഒമാൻ. മൊബൈൽ പേയ്മെന്റ് ക്ലിയറിംഗ് ആൻഡ് സ്വിച്ചിംഗ് സിസ്റ്റം എല്ലാ സിസ്റ്റങ്ങളിലും ഏറ്റവും ശക്തമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 318.6% വർധനവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട് പറയുന്നു. ഒമാൻ നെറ്റിന്റെയും MPCSSന്റെയും ദ്രുതഗതിയിലുള്ള വികാസം പണരഹിത പേയ്മെന്റുകളിലേക്കുള്ള ഗണ്യമായ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് 2025 വ്യക്തമാക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥയുടെ സമഗ്രത നിലനിർത്തുന്നതിന് ശക്തമായ സൈബർ സുരക്ഷയുടെയും നിയന്ത്രണ സുരക്ഷാ നടപടികളുടെയും ആവശ്യകത അടിവരയിടുന്നതാണ് ഈ മുന്നേറ്റം. ദാഹിറ ഗവർണറേറ്റിൽ ഇബ്രി വിലായത്തിലെ വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു. ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.